ചെവിയുടെ പാടയുടെ ഹോള് റിപ്പയർ ചെയ്യുന്ന ടിംപനോപ്ലാസ്റ്റി സർജറിയെക്കുറിച്ച് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ താഴെ ഒരുപാട് സംശയങ്ങൾ ആളുകൾ അയച്ചിരുന്നു. സർജറി കഴിഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എപ്പോഴാണ് സാധാരണ ജോലി തുടങ്ങാൻ സാധിക്കുന്നത്, എയർ ട്രാവൽ എപ്പോൾ സാധ്യമാവും, ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഞാൻ ഡോക്ടർ പെബിത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ചെവിയുടെ പാടയുടെ ഹോൾ റിപ്പയർ ചെയ്യുന്ന സർജറിക്ക് ടിംപനോപ്ലാസ്റ്റി എന്ന് പറയുന്നു. കർണപടത്തിലെ ദ്വാരം കൂടാതെ ചെവിയുടെ ഉള്ളിലെ കുഞ്ഞൻ എല്ലുകളെയും ഇത്തരത്തിൽ നമ്മൾ കറക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ചെവിയുടെ പിന്നിലായിട്ടുള്ള മാസ്റ്റോയിഡ് എന്ന എല്ലിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ അണുബാധ നീക്കം ചെയ്യാനും അവിടുത്തെ ഡിസീസ് പ്രോസസ്സ് മാറ്റാനായിട്ടുള്ള മാസ്റ്റോയിഡെക്ടമി സർജറി ഇതിൻ്റെ കൂടെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ 24 മണിക്കൂറിൽ രോഗി എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം, 24 മണിക്കൂറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാം. ചെവിയുടെ സർജറി ചെയ്യുന്ന സമയത്ത് അത് ജനറൽ അനസ്തീഷ്യയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ചെയ്യാനായിട്ട് വായുടെ ഉള്ളിൽ ട്യൂബ് ഇടുന്നത് കൊണ്ട് ഒരല്പം തൊണ്ടവേദന അനുഭവപ്പെടാം. ഇത് സാധാരണഗതിയിൽ ഒരു 2-3 ദിവസത്തിനുള്ളിൽ മാറിക്കിട്ടും. പിന്നെയുള്ളത് അനസ്തീഷ്യ മരുന്നുകളുടെ മയക്കമുള്ളതുകൊണ്ട് രോഗിക്ക് ചെറിയൊരു തലകറക്കം പോലെ അനുഭവപ്പെടാം. അത് കൂടാതെ തന്നെ സർജിക്കൽ സൈറ്റിൽ ടൈറ്റ് ആയിട്ടുള്ള മാസ്റ്റോയിഡ് ബാൻഡേജ് വെച്ചിട്ടുമുണ്ടാവും. അല്പം ടൈറ്റ് ആയിട്ടുള്ള ബാൻഡേജ് ആയതിനാൽ ആ ഭാഗത്ത് മുഖത്തൊരു വീക്കവും രോഗി പറഞ്ഞേക്കാം. ഇതോടൊപ്പം തന്നെ ചെവിയുടെ പിന്നിലായിട്ടാണ് ഇൻസിഷൻ ഇട്ടിട്ടുള്ളതെങ്കിൽ അവിടെ വേദനയും അനുഭവപ്പെടാം. എന്നാൽ ഇത്തരം ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ഡോക്ടർ വേദന സംഹാരികൾ എഴുതിയിട്ടുണ്ടാവും. 2-3 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം കുറയുകയും ചെയ്യും. ഈ അനസ്തീഷ്യ മരുന്നുകളുടെ ഇഫക്റ്റ് ഉള്ളതുകൊണ്ട് കഴിയുന്നതും ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ രോഗി തന്നെ ഡ്രൈവ് ചെയ്ത് വീട്ടിൽ പോകുന്നത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഹെവി ആയിട്ടുള്ള മെഷീനറി ഓപ്പറേറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി 24 മണിക്കൂർ മുതൽ അടുത്ത 2 ആഴ്ച വരെ നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യണം? സർജറി ചെയ്ത് 24 മണിക്കൂറിന് ശേഷം ഈ മാസ്റ്റോയിഡ് ബാൻഡേജ് അഴിച്ചു മാറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെവിയുടെ പിന്നിലുള്ള ഇൻസിഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് വെക്കും. ചിലർ ഓപ്പൺ വൂണ്ടാണ് പ്രിഫർ ചെയ്യുന്നത്. എന്നാൽ ചെവിയുടെ കനാലിനുള്ളിൽ, അതായത് ഈ ഭാഗത്ത് ജെൽഫോം എന്ന് പേരിട്ടിരിക്കുന്ന അബ്സോർബിൾ ആയിട്ടുള്ള കോട്ടൺ പോലത്തെ മെറ്റീരിയൽ വെക്കാറുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഇയറിന്റെ ഉള്ളിലും കർണപടത്തിന്റെ പിന്നിലായിട്ടും ചെറിയ പീസസ് കട്ട് ചെയ്തിട്ട് ജെൽ ഫോം നിറച്ചിട്ടുണ്ടാവും. ഇങ്ങനെ നിറച്ചു വെക്കുന്നത് കൊണ്ട് കേൾവി കുറയുന്നതായിട്ടാണ് രോഗികൾക്ക് അനുഭവപ്പെടുക. ഈ ഒരു ജെൽ ഫോമിൽ ആന്റിബയോട്ടിക് ഇയർ ഡ്രോപ്സ് ഉറ്റിക്കുന്നതിനാൽ ചെവിയിൽ വെള്ളം കുടുങ്ങുന്നത് പോലെ രോഗികൾ പറയാറുമുണ്ട്. ഇതൊക്കെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ തനിയെ മാറിക്കിട്ടുന്ന പ്രശ്നങ്ങളാണ്. ചെവിയുടെ ഉള്ളിൽ നിന്ന് ബ്രൗൺ കളറിലുള്ള ഒരു ഡിസ്ചാർജ് നമ്മൾ പ്രതീക്ഷിക്കണം. സർജറി ചെയ്യുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഇൻസിഷൻ വരുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ബ്ലഡും മറ്റുമാണ് പുറത്തേക്ക് വരുന്നത്. ബ്രൗൺ കളറിലുള്ള ബ്ലഡാണ്. ഫ്രഷ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒന്നും അമിതമായിട്ടുള്ള രീതിയിലില്ലെങ്കിൽ അത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. അത് ഈ ജെൽഫോമിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച് പതിയെ തനിയെ വലിയുകയും ചെയ്യും. എന്നാൽ ഒരുപാട് അളവിൽ ബ്ലഡ് വരുന്നുണ്ട്, പുറകിലത്തെ വൂണ്ടിൽ നിന്നും ബ്ലഡ് ഒക്കെ വരുന്നെങ്കിൽ ഡോക്ടറെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. തനിയെ ജെൽഫോം വലിഞ്ഞ ശേഷം ഒരു 3 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കേൾവി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഡയറ്റിലേക്ക് നമുക്ക് പതുക്കെ പതുക്കെ മടങ്ങാം. അതുപോലെ തന്നെ ഹെവി വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നത് കുറച്ച് കുറയ്ക്കുക. കാരണം ഇത് വൈറൽ ഇൻഫെക്ഷൻസും മറ്റ് അണുബാധകളും വരാനുള്ള സാധ്യത കൂട്ടും. കഴിയുന്നതും മാസ്ക് ധരിച്ചു മാത്രം വിസിറ്റേഴ്സിനോട് സംസാരിക്കാനും ശ്രദ്ധിക്കുക. ഈ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പതിയെ ഡ്രൈവ് ചെയ്യാം. എന്നാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ജിമ്മിൽ എക്സസൈസ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് നിർത്തിവെക്കാം. ആദ്യത്തെ 2 ആഴ്ച നിർബന്ധമായിട്ടും ഫ്ലൈറ്റ് ട്രാവൽ സാധ്യമല്ല. നമുക്കൊരു ഫ്ലൈറ്റ് ട്രാവൽ എടുക്കണമെങ്കിൽ ഇയർ സർജറി കഴിഞ്ഞ് ഒരു 4 ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്തതാണ് അഭികാമ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന മിഡിൽ ഇയറിൽ എയർ തന്നെയാണുള്ളത്. ഇവിടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും, സർജറി ചെയ്യുന്ന സമയത്ത് ഓസിക്കിൾ റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവും, അവിടെ കാർട്ടിലേജ് ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേസ്ഡ് ആവും ഈ എയർ പ്രഷർ മാറുമ്പോൾ. അത് കാരണമാണ് ഫ്ലൈറ്റ് ട്രാവൽ 4 ആഴ്ചത്തേക്ക് പാടില്ല എന്ന് തന്നെ പറയുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളോ അതല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട് കഠിനമായിട്ടുള്ള ജോലിയൊന്നും അല്ലെങ്കിൽ ജോലിക്ക് പോയി തുടങ്ങാം. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കഴിയുന്നതും 2 ആഴ്ച സ്കൂളിലേക്ക് വിടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിനിടയിൽ ഡോക്ടർ ഒരു ചെക്കപ്പ് പറയുകയും ചെയ്യും. ഇനി 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? 2 ആഴ്ച കഴിഞ്ഞ് പഴയതുപോലെ ജോലിക്കൊക്കെ പോവാം. പിന്നെ എപ്പോഴാണ് തല നനയ്ക്കാൻ പറ്റുന്നത്? ഇത് എല്ലാ രോഗികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇയർ സർജറി കഴിഞ്ഞ് ആദ്യത്തെ 3 ആഴ്ച ചെവിയിലുള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി 3 ആഴ്ച തല നനയ്ക്കുന്നത് ഒഴിവാക്കാനാണ് പൊതുവെ ENT ഡോക്ടർമാരെല്ലാം പറയാറ്. അതിൻ്റെ ഇടയിൽ ചെവിയുടെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ജെൽഫോമിന്റെ പുറത്തായിട്ട് ഒരു കോട്ടൺ ബോൾ വെച്ചിട്ടുണ്ടാവും. ഈ കോട്ടൺ ബോളിൽ വെള്ളമാവാതിരിക്കാൻ അവിടെ നമുക്ക് വാസലിനോ വെളിച്ചെണ്ണയോ സ്മിയർ ചെയ്ത് വെക്കുകയും ചെയ്യാം. എന്തെങ്കിലും കാരണവശാൽ ഈ കോട്ടൺ ബോൾ പുറത്തേക്ക് പോയാൽ മറ്റൊരെണ്ണം വളരെ ക്ലീൻ ആയിട്ട് തന്നെ അവിടെ വെച്ചു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യാം.
യാതൊരു കാരണവശാലും ചെവിയുടെ ഉള്ളിൽ ജെൽ ഫോമോ അതല്ലെങ്കിൽ ഈ കോട്ടൺ ബോളോ നനയാൻ പാടില്ല. ഈ 2 ആഴ്ച സമയത്ത് നമുക്ക് ഡോക്ടർ മരുന്നുകൾ നിർദ്ദേശിച്ചിട്ടുണ്ടാവും, അത് കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ തുമ്മൽ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ വായ അടച്ച് തുമ്മുന്നതിന് പകരം വായ തുറന്ന് തുമ്മാൻ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഇനി 3 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? 3 ആഴ്ച കഴിഞ്ഞാൽ തല നനച്ച് കുളിക്കാൻ തുടങ്ങാം. അപ്പോഴേക്കും ഈ ജെൽ ഫോം പീസസ് ഒക്കെ ഡിസോൾവ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഡോക്ടർ മരുന്നുകൾ തുടരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും തുടരാൻ ശ്രമിക്കുക. കേൾവി പഴയ പോലെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 8 ആഴ്ച മുതൽ 12 ആഴ്ച വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ചെവിയിലുള്ളിൽ ചെറിയ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാം. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള സംഗതികളാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ചെവിയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനും ചവയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ചെവിയുടെ വളരെ അടുത്താണ് കിടക്കുന്നത്. അപ്പോൾ ഭക്ഷണം ചവയ്ക്കുന്ന സമയത്ത് ജോയിന്റിൽ ഒരു വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് സോഫ്റ്റ് ഡയറ്റ് എടുക്കാം, മറ്റേ വശം കൊണ്ട് കൂടുതൽ ചവയ്ക്കുകയും ചെയ്യാം. പിന്നുള്ളൊരു പ്രശ്നം, ചെവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സർജറികൾ ചെയ്യുമ്പോൾ ചെവിയുടെ പിൻഭാഗത്താണ് ഇൻസിഷൻ ഇട്ടിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു തരിപ്പും നംനെസ്സും ഒക്കെ തോന്നാം. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സെൻസറി നെർവ്സ് കട്ടാവുന്നത് കൊണ്ടാണ് ഇത് തോന്നുന്നത്. ഇത് തനിയെ ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ശരിയാവുകയും ചെയ്യും. ചില ആൾക്കാർ പറയുന്നുണ്ട്, ഡോക്ടറെ സർജറി ചെയ്ത ശേഷം നാവിൽ പഴയ പോലെ ടേസ്റ്റ് അനുഭവപ്പെടുന്നില്ല, ഒരു വ്യത്യാസമുള്ള ടേസ്റ്റാണ് വരുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കുള്ളിൽ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഡ ടിംപാന എന്ന് വിളിക്കുന്ന ഒരു നെർവ് ഉണ്ട്. ഈ കോഡ ടിംപാനയെ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് വളരെ എക്സസീവായിട്ട് സ്ട്രെച്ച് ആവുകയാണ്. അതല്ലെങ്കിൽ ചില അവസരങ്ങളിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടിയും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ ടേസ്റ്റിന് പ്രശ്നം വരുന്നത്. എന്നാൽ കുറേ നാൾ കഴിയുമ്പോൾ അത് പതിയെ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ചെവിയുടെ സർജറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് രേഖപ്പെടുത്തുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.